ഈ ഫീൽഡിൽ നിൽക്കുന്ന ആളുകൾക്ക് ഇത് നാവിന്റെ അടിയിൽ വെക്കാതെ മുന്നോട്ട് പോകില്ല. അങ്ങനത്തെ ഒരു യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഞാൻ നിങ്ങളെ മൂന്നാളെയും എന്താണ് പ്രത്യേകമായിട്ട് ഞാൻ നിരീക്ഷിച്ചു വരാറുണ്ട്. ഈ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ മുഞ്ച് കൂട്ടുന്ന ഒരു കാര്യം ആ ഉപ്പാന്റെ ഒരു ഉപദേശമാണ്. മാഷാഅല്ലാ, സ്വന്തം മക്കൾക്ക് നൽകാൻ പറ്റുന്ന ഒരു ഉപദേശം. ഇപ്പൊ സ്വന്തം മക്കളോട് സംസാരിക്കാത്ത വാപ്പാരില്ലേ, ഭയങ്കര കിബറും അതല്ലെങ്കിൽ ഒരു സംസാരിക്കാനുള്ള ഒരു മടിയൊക്കെ ഉണ്ട് മക്കൾക്കും പിതാവിന്റെ മക്കളോടും. ഒരു കാര്യം പറയാം, ഇപ്പൊ മക്കളെ വളർത്താനൊക്കെ വലിയ പാടാണ് അല്ലെ, വലിയ പ്രയാസമാണ്. കാരണം ഡ്രഗ്സ്, ലഹരി ഒക്കെ മൂത്ത് വന്നിരിക്കുന്ന ഒരു കാലം. എന്തിനും അനുവദിച്ച് എന്റെ സ്വന്തം നഫ്സ്, എന്റെ ശരീരം ആരും എന്നെ എന്താക്കണ്ട, ചോദ്യം ചെയ്യാൻ വരണ്ട എന്നുള്ള രൂപത്തിലേക്ക് ആര് മാറി, സമൂഹം മാറി, തലമുറ മാറി, അതുപോലെ യുവാക്കന്മാരും കൗമാരക്കാരൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ആ വാപ്പ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ എവിടെ പോയിക്കോ, എന്ത് ചെയ്തോ, നിങ്ങൾ നിസ്കരിക്കണം, നിങ്ങൾ പഠിച്ചോണം മറക്കരുത്, നിങ്ങൾ എന്താക്ക ലഹരി ഉപയോഗിക്കരുത്, സദാസമയം എന്റെ കണ്ണ് നിങ്ങളിലുണ്ട്, നിങ്ങൾ അഥവാ പിടിക്കപ്പെടുന്നവർക്ക് ഒരു കഞ്ഞി പോലും തരില്ല. ആ ഉപ്പാൻ ഉപദേശമാണ്. അപ്പൊ നമ്മള് രാത്രിയൊക്കെ മക്കള് കടന്നു വരുമ്പോ, പാതിര സമയത്ത് കടന്നു വരുമ്പോൾ അന്വേഷിക്കാറുണ്ടോ, എവിടെയാണ് അങ്ങനെ പോയത്, എന്താണ് പ്രശ്നം, എന്താ ചോദിക്കാറുണ്ടോ? 30ാമത്തെ ദിവസം ചോദിക്കും, കുറെ ദിവസം ചോദിക്കും. ആ ചോദിക്കുന്ന സമയത്ത് മറുപടി എന്തായിരിക്കും? നെഞ്ചൊരു കത്തി വെച്ചിട്ടായിരിക്കും മകൻ മറുപടി പറയാം. അതിനു മുമ്പേ ചിട്ടയോടെ മക്കളെ വളർത്തുന്ന സമയത്തായിരിക്കണം നമ്മളെല്ലാം നാം ചെയ്യേണ്ടത്. എന്റെ മകൻ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഓരോ പിതാക്കന്മാർക്കുണ്ടാകും. നമ്മളെല്ലാം നല്ല വാത്സല്യത്തോടെ മക്കളോട് പെരുമാറി, മക്കളോട് നല്ല രൂപത്തിൽ പെരുമാറേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ടല്ലോ. പടച്ചാൻ മക്കളെ വഴിതെറ്റിച്ചാൽ പടച്ചാൻ നമ്മോട് ചോദിക്കുക, അതായത് പിതാക്കന്മാരോട് മാതാപിതാക്കന്മാരോടൊക്കെ ചോദിക്കുക. പടച്ചറപ്പ് നമുക്ക് നമ്മുടെ മക്കളെ നല്ല രൂപത്തിൽ വളർത്തിയെടുക്കാനുള്ള തൗഫീഖ്, ഭാഗ്യം നമുക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.